ചെടി വളരുന്നതും പൂവിടുന്നതും ഒക്കെ കാണുന്നത് ഒരു പ്രത്യേക സുഖമാണെന്ന് ഫിലിം സ്റ്റാർ മമ്മൂട്ടിയുടെ ഒരു ഫേമസ് ഡയലോഗുണ്ട്. എത്ര ശരിയാണത്. നമ്മളുടെ വീട്ടിലും കുറച്ച് ചെടികളും പൂക്കളും ഒക്കെ ഉണ്ടെങ്കിൽ ദിവസം ഒരു പ്രാവശ്യമെങ്കിലും നമുക്കതിനെ ഒന്ന് തൊട്ട് തലോടി നടക്കണം. പണ്ട് ഞാൻ ജോലിക്ക് പോയി നിന്നപ്പോൾ വൈകുന്നേരം വരുന്ന വഴിയെ ബാഗ് പോലും നിലത്ത് വെക്കാതെ എൻ്റെ ചെടികളുടെ ഇടയിലൂടെയൊക്കെ ഒന്ന് നടക്കും. പിന്നെ കുറച്ച് നാൾ വീട് വിട്ട് വെളിയിൽ നിന്നാലുള്ള കാര്യം പറയണോ? നമ്മളില്ലെങ്കിൽ ഇതിനൊക്കെ എന്തോ സംഭവിച്ചു എന്നാണ് നമ്മുടെ വിചാരം. ഈ ചട്ടിയെടുത്ത് അങ്ങോട്ട് മാറ്റിവെച്ച് ആ ചട്ടിയെടുത്ത് ഇങ്ങോട്ട് മാറ്റിവെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക സുഖമാണ്. വാടി നിൽക്കുന്ന ഇലകളെല്ലാം അടർത്തി മാറ്റിയും ഉണങ്ങിയ തുളസിക്കതിരെല്ലാം നുള്ളിക്കളഞ്ഞും പൊഴിഞ്ഞു പോയ പൂവുണ്ടായിരുന്ന ഭാഗം മുറിച്ചു മാറ്റിയുമൊക്കെ നമ്മൾ ഇതിനെ ഇങ്ങനെ തൊട്ട് തലോടി നടക്കും. മഴക്കാലമായതിനാൽ ബൊഗെയിൻവില്ലകളിലെ പൂവെല്ലാം കൊഴിഞ്ഞു. ഇനിയിപ്പോൾ പൂവുള്ളത് ചെത്തിയിലും ജമന്തിയിലും ചെമ്പരത്തിയിലും കുറച്ച് ബോൾസത്തിലുമാണ്. പിന്നെ ഹാങ്ങിങ്ങിൽ ഇട്ടിരിക്കുന്ന ഇലച്ചെടികൾക്കെല്ലാം ഇത് നല്ല കാലമാണ്. നല്ല തണുപ്പൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാം നല്ല ഭംഗിയായി വളരും. നീണ്ടു വളർന്നു നിൽക്കുന്ന ബോൾസം കാണാൻ ഒരു ഭംഗിയുമില്ല. അതെല്ലാം മുറിച്ച് പാകത്തിന് ഉയരത്തിലൊക്കെ ആക്കി ഞാൻ വീണ്ടും ഹാങ്ങിങ്ങിൽ തൂക്കി. അതുപോലെ വളർന്നു വരുന്ന ഇലച്ചെടികളും താഴേക്ക് ഒരു ഭംഗിയില്ലാതെ തൂങ്ങിക്കിടക്കുന്നത് കാണാൻ ഒരു രസവുമില്ല. അതിൻ്റെ തുമ്പെല്ലാം മുറിച്ചു മാറ്റി തിരിച്ചത് തന്നെ ചട്ടിയിലേക്കിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണും ഇട്ട് വെള്ളമൊഴിച്ചാൽ വീണ്ടും അത് ഭംഗിയായി വളർന്നു വരും. ഇതൊക്കെയായിരുന്നു ഇന്ന് രാവിലത്തെ എൻ്റെ പരിപാടി. ചെടികളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി എൻ്റെ വീട്ടിലുള്ള ഇൻഡോർ പ്ലാന്റ്സും വെർട്ടിക്കൽ ഗാർഡനും കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും കാണുക. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.